യത്നത്തിൽ ഞങ്ങൾ മുന്നോട്ട് വരും, ഞങ്ങളോടൊപ്പം. ഞങ്ങൾക്ക് മുമ്പെയോ നിങ്ങൾ നടിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ചാർവാക കവി ശ്രീ കുരിപ്പുഴ ശ്രീകുമാറാണ്. അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ഞാൻ അഭ്യർത്ഥന ചെയ്തു. ഇതിൻ്റെ ഉദ്ഘാടനം ഒരു പ്രത്യേക രീതിയിൽ നടത്താൻ വിചാരിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൊണ്ടാണ് എല്ലാ കവികളും എഴുതിയിരുന്നത്. എഴുത്തച്ഛൻ എഴുതിയത് അങ്ങനെയാണ്. ഒരുപക്ഷെ ദൈവത്തെ വിമർശിക്കാൻ പോലും ദൈവ അവതാരങ്ങളെ എഴുത്തച്ഛൻ ഉപയോഗിച്ചിട്ടുണ്ട്. ചെറുശ്ശേരി എഴുതിയത് അങ്ങനെയാണ്. പൂന്താനം എഴുതിയത് അങ്ങനെയാണ്. പൂന്താനം ഇതുപോലെ രാജാവിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് അന്ധവിശ്വാസത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. കൃപ കൂടാതെ ആളുകളെ ദ്രോഹിക്കുന്ന രാജാവ് മരിച്ച ഒരു കൃമിയായിട്ട് എനിക്കുന്നൊക്കെ അദ്ദേഹം രാജാക്കന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം അന്ധവിശ്വാസത്തിന്റെ വെളിച്ചത്തിലായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കവിത്രയം, ഉള്ളൂര്, വള്ളത്തോട്, ആശാൻ, ഈ മൂന്ന് പേരും ദൈവത്തെ അഭ്യർത്ഥിച്ചിരുന്നു. ഉള്ളൂരാണെങ്കിൽ ഒരൊറ്റ മതം വെളുകിന് വരാൻ പ്രേമമൊന്നല്ല, വരക്ക നമ്മെ പല മൃഗോട്ടം പാർവണ ശശിബിംബം ഭക്തിരുരാഗ ദയാദിവസ്ഥ പരാത്മക വരുന്ന സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പ്രാർത്ഥിച്ച് രോഗം മാറുമെന്നാണ് പറയുന്നത്. അത്ഭുത രോഗ ശുശ്രൂഷ കേരളം കണ്ടതാണ്. എല്ലാവരും ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. കോവിഡ് കാലത്ത് ഈ അത്ഭുത രോഗശാന്തി ശുശ്രൂഷക്കാരുടെ അവിടെ പോയി ഒരാളിനെ കേരളത്തിലെ ഏതെങ്കിലും റോഡിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങള് കോവിഡ് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരെല്ലാവരും പ്രതിജ്ഞയായിരുന്നു. ഇപ്പൊ രണ്ടാമത് ഇറങ്ങിയിട്ടുണ്ട്. കോവിഡിനെതിരെ ശാസ്ത്രം നമ്മളോട് പറഞ്ഞു, ഒരു തുണ്ട് തുണിയും ഒരു കഷ്ണം സോപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രോഗത്തിൽ നിന്നും മാറാമെന്ന്, രക്ഷപ്പെടാമെന്ന് ശാസ്ത്രം നമ്മളോട് പറഞ്ഞു. നമ്മളങ്ങനെ തുണി വെച്ച് മൂക്കുകുത്തി മാസ്ക് ഉണ്ടാക്കി കൈ വെച്ച് നന്നായിട്ട് സോപ്പ് നമ്മൾ കൈയിൽ നന്നായിട്ട് കഴുകി, സോപ്പ് ഉപയോഗിച്ച് കൈ നമ്മൾ നന്നായിട്ട് കഴുകി നമ്മൾ കോവിഡിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആരാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്? സയൻസാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്. ഒരു നിർബന്ധവാദി നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടില്ല. ഒരു ആത്മീയ നേതാവ് നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടില്ല. ആത്മീയതയുടെ പേരിൽ ബിസിനസ് നടത്തുന്ന ദൈവങ്ങൾ അടക്കമുള്ള ഒരാൾ പോലും കേരളീയ സമൂഹത്തെ രക്ഷപ്പെടുത്തിയില്ല. സയൻസാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്. മലയാള കവിതയ്ക്ക് സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടായി. എങ്ങനെയുണ്ടായി? വിദ്യയുടെ ദേവതയായ സരസ്വതി ദേവിനെ സഹായിച്ചോ? സരസ്വതി ദേവിക്ക് 1-2 കൈയല്ല, 4 കൈയുണ്ട്. 4 കൈയുണ്ട് എത്രയും വലിയ സഹായങ്ങൾ ചെയ്യാം. 4 കൈയൊന്നും സഹായിച്ചില്ല. ഒരു കൈ പുസ്തകമുണ്ട്, ഒരു കൈ വീണയുണ്ട്. ആരെങ്കിലും സഹായിച്ചോ? സ്ത്രീ ദൈവം കേരളത്തിലെ ഏതെങ്കിലും